പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. IT ആക്ട് സെക്ഷൻ 67 മാത്രം ഇട്ടിട്ട് വിടാൻ പറ്റിയ ഒരു കേസായിരുന്നു. എംകുത്ത് എന്ന് പറഞ്ഞ സംഘടനയുടെ ആൾക്കാരാണ് പണി കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയ ആറട്ടണൻ സന്തോഷ് വർക്കി അദ്ദേഹത്തെ പോലീസ് പോക്കിയായിരുന്നു. സ്ത്രീകളെക്കുറിച്ച് മോശമായ രീതിയിലുള്ള ഒരു പോസ്റ്റ് പുള്ളി ഇട്ടിരുന്നു. നടിമാരെല്ലാവരും നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. 3-4 വർഷമായിട്ട് അയാൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇഷ്ടമാണ്. പുള്ളി മൈൻഡിലെ പുള്ളി വൈകിട്ട് വന്ന് വീഡിയോ ഇടും. അതെല്ലാം ഇങ്ങനെയാണ്. ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഷൈൻ ടോം ചാക്കോയുടെ കേസും മറ്റുള്ളവരുടെ കേസുകളൊക്കെ റൺ ചെയ്ത് നിൽക്കുക. പുള്ളിക്ക് ഒരുപാട് പ്രശ്നമുള്ള മനുഷ്യനാണ്. പുള്ളി ചെയ്തത് നല്ലതെന്നല്ല പറയുന്നത്. മോശം കമൻറ്റ് പറയുന്നതും നേരിട്ട് എന്ന് പറയുന്നതും ഇതൊക്കെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാം മോശമാണ്. ഇവിടെ അതിലും വലിയ പ്രശ്നക്കാർ സിനിമ ഇൻഡസ്ട്രി തന്നെയുണ്ട്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല മാന്യന്മാരായ ആളുകളുടെയും മുഖം മൂടി നമ്മൾ കണ്ടിരുന്നതാണ്. പല കാര്യങ്ങളും പിന്നീട് മീഡിയാസ് തന്നെ ആ വന്ന ഫ്ലോ വന്നിട്ട് ഡൗൺ ആവുക ചെയ്തത് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. ആറാട്ടണ്ണന് കിട്ടിയ പണി അത്യാവശ്യം നല്ലൊരു പണിയാണ്. നടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് സന്തോഷ് വർക്കിയെ കോടതി റിമാൻഡ് ചെയ്തത്. താരസംഘടന അമ്മയുടെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ ഇന്നലെയാണ് സന്തോഷ് വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പോസ്റ്റ് ഇട്ട കാര്യം ചോദ്യം ചെയ്യലിൽ സന്തോഷ് വർക്കി സമ്മതിച്ചിരുന്നു. സന്തോഷ് വർക്കിയുടെ കേസെടുത്ത് അഡ്വക്കേറ്റ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ മീഡിയയോട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. സന്തോഷിന്റെ കേസിൽ നമ്മളിന്ന് ബെയിൽ ആപ്ലിക്കേഷൻ സന്തോഷിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ഹിയറിംഗ് നടത്തുന്ന സമയത്ത് കോടതി പറഞ്ഞു പ്രോസിക്യൂട്ടർ കോപ്പി കൊടുത്ത കാര്യം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നോൺ APP ഡേ ആയതുകൊണ്ട് നമുക്ക് കോപ്പി എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് മൺഡേയിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇൻട്രീം ബെയിൽ ചോദിച്ചായിരുന്നു, താൽക്കാലിക ജാമ്യം. മൺഡേ ആളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ കോടതി തരാൻ കൂട്ടാക്കിയില്ല. സീരിയസ് ഒഫൻസ് ആണ്. അപ്പോൾ പ്രോസിക്യൂട്ടറിനോട് കേട്ടിട്ട് ബാക്കി തീരുമാനിക്കുന്നത് മൺഡേയിലേക്ക് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മൺഡേക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ആളിനെ എറണാകുളം സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ആളിനെ നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു IT ആക്ട് സെക്ഷൻ 67 മാത്രം ഇട്ടിട്ട് വിടാൻ പറ്റിയ ഒരു കേസായിരുന്നു. പക്ഷെ ഇതിലെ പരാതിക്കാര് മലയാള സിനിമയുടെ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ഇത്ര ഗൗരവമായ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കി. 7 വർഷത്തിൽ താഴെ വരുന്ന ശിക്ഷ വരുന്ന വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തേക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹത്തിന് കേവലം നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യകതയെ സത്യം പറഞ്ഞതിനുള്ളൂ. പക്ഷെ അതുപോലും പോലീസ് ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇയാളിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് പോലീസ് ചെയ്തേക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ തിങ്കളാഴ്ച ഡീറ്റെയിൽ ഹിയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കോടതി വിധി പറയുന്നതായിരിക്കും. എംകുത്ത് എന്ന് പറഞ്ഞ സംഘടനയുടെ ആൾക്കാരാണ് പണി കൊടുത്തിരിക്കുന്നത്. അതിന് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഫാമിലി ഇഷ്യൂസ്, സിസ്റ്റേഴ്സ് ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസ്, മൊത്തത്തിലൊരു എന്തൊക്കെയോ പ്രോബ്ലംസ് അഫക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ വന്ന് ഈ രാത്രി ഇരുന്നതൊക്കെ പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. എന്താണ് പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ട്. ആളെന്നാലൊരു പാവത്താനാണ് താനും, പ്രശ്നക്കാരനല്ലേ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണക്കും. തിയേറ്ററിൽ നിന്ന് പുള്ളി അന്ന് ഓടിച്ചു വിട്ടു. പുള്ളി എന്തൊക്കെയോ തെറി പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഞാൻ മൂലമല്ലേ നീ രക്ഷപ്പെട്ടത്, ഞാനില്ലാതെ നിന്റെ തിയേറ്ററൊക്കെ രക്ഷപ്പെടുവോ എന്നൊക്കെ പുള്ളി അദ്ദേഹത്തെ പിടിച്ചകത്തിടേണ്ട ആവശ്യമൊന്നും ഇതിനുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞത് തന്നെയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.